ഹായ്, അപ്പോൾ നമ്മുടെ യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ലേണിംഗ് ദ ഗെയിം ബൈ സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു പോർഷൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ആദ്യം അദ്ദേഹത്തെ കുറിച്ചൊന്ന് നോക്കാം. Sachin Tendulkar was born on 24th April 1973 in Mumbai, Maharashtra. അദ്ദേഹം മുംബൈയിലാണ് ജനിച്ചത്, മഹാരാഷ്ട്രയിൽ. He is a former Indian cricketer and captain, widely regarded as one of the greatest cricketers of all time. നമുക്കറിയാലോ അദ്ദേഹത്തെക്കുറിച്ച്, അല്ലെ, ഒരു ഫോമർ ഇന്ത്യൻ ക്രിക്കറ്റർ ആയിരുന്നു. ദെൻ എന്താണ് അദ്ദേഹം എക്കാലവും എന്താ പറയുക, ക്രിക്കറ്റ് ചരിത്രത്തിൽ എന്നും വളരെ പ്രശസ്തി നേടിയിട്ടുള്ള, ഫേമസ് ആയിട്ട് ഇന്നും നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. Then he is the only player to have scored 100 international centuries. The first to score a double century in one-day international, and the only player to complete more than 30,000 runs in the international cricket. അദ്ദേഹം ആദ്യത്തെ പ്ലെയർ ആണ് ഹു സ്കോർഡ് 100, ഒരു 100ഓളം എന്താ പറയുക അന്താരാഷ്ട്ര സെഞ്ചുറീസ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ ഡബിൾ സെഞ്ചുറി നേടിയിട്ടുള്ള, വൺ ഡേ ഇന്റർനാഷണലിൽ ഡബിൾ സെഞ്ചുറി നേടിയിട്ടുള്ള വ്യക്തിയാണ്. ദെൻ ഓൺലി പ്ലെയർ ടു കംപ്ലീറ്റ് മോർ ദാൻ, ഒരു 30,000 റൺസുകൾ അധികം എടുത്തിട്ടുള്ള, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ദെൻ ഹി പ്ലേഡ് 664 ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചസ് ഇൻ ടോട്ടലിംഗ് സ്കോറിംഗ് 34,357 റൺസ്. അപ്പം അദ്ദേഹം ഏകദേശം ഒരു 664ഓളം ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചസ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. ദെൻ ഹി റിസീവ് ദി അർജുന അവാർഡ് ഇൻ 1994, അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദെൻ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് കിട്ടിയിട്ടുണ്ട് 1997. ദെൻ പത്മശ്രീ ആൻഡ് പത്മവിഭൂഷൺ ആ അവാർഡ്സും ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ കിട്ടിയിരിക്കുന്നത് 1999 പത്മവിഭൂഷൺ ഇൻ 2008. Then he was awarded the Bharat Ratna കിട്ടിയിട്ടുണ്ട്. Then India's highest civilian award on 16th November 2013. അപ്പോൾ ഭാരത് രത്ന കിട്ടിയിരിക്കുന്നത് 2013 November 16. Then in 2012 Tendulkar was nominated to the രാജ്യസഭ. രാജ്യസഭയിലേക്ക് അദ്ദേഹം നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു 2012. He retired from cricket on 16th November 2013. അദ്ദേഹം നവംബർ 2013 അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത്. Then learning the game is an extract from his autobiography Playing It My Way. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറയുന്ന ആത്മകഥയിൽ നിന്നാണ് ഈ ഒരു പോർഷൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്കപ്പോൾ ചാപ്റ്ററിലോട്ടേക്ക് പോവാം. From a very early age, I played tennis ball cricket with my colony friends. I loved watching cricket on television, and in our games, I often tried to emulate the mannerisms of my favorite players Sunil Gavaskar and the West Indian legend Viv Richards. But it wasn't just the batsmen that I studied. I also loved bowling. Throughout my career, I have actually bowled a lot in the nets. അപ്പം അദ്ദേഹം പറയാണ്, എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ടെന്നീസ് ബോൾ ക്രിക്കറ്റും കളിക്കാറുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ, കോളനിയിലുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഐ പ്ലേ ടെന്നീസ് ബോൾ ക്രിക്കറ്റ്. ഓക്കെ, ഐ ലവ് വാച്ചിങ്. അതുപോലെ ക്രിക്കറ്റ് കാണാൻ, ടെലിവിഷനിൽ ക്രിക്കറ്റ് കാണാനും അതുപോലെ മറ്റുള്ള ഗെയിംസ് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ് സുനിൽ ഗവാസ്കറും അതുപോലെ വെസ്റ്റ് ഇന്ത്യൻ ലെജൻഡ് ആയിട്ടുള്ള വിവ് റിച്ചാർഡ്സും. അപ്പം അവരുടെ കളികൾ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, അനുകരിക്കാറുണ്ട്. ദെൻ പക്ഷേ അവർ എന്താ പറയുക, ഞാൻ അനുകരിച്ചിട്ടുള്ള കുറച്ച് ബാറ്റ്സ്മാൻ മാത്രമാണ് അവർ. പക്ഷേ എനിക്ക് ബൗളിങ്ങും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, ബൗൾ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ കരിയറിൽ മൊത്തം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ബൗൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. I was then studying in the New English School, Mumbai, but my brother Ajit knew that compared to other schools in Mumbai, Shardashram Vidya Mandir, where Ramakant Achrekar sir was the cricket coach, gave due importance to the game of cricket. അപ്പം അദ്ദേഹം പഠിച്ചിട്ടുള്ളത് ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ, മുംബൈയിലെ ന്യൂ ഇംഗ്ലീഷ് സ്കൂളിലാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ബ്രദറിന് അറിയാം, ബ്രദറിന്റെ നെയിം അജിത്ത് എന്നാണ് കേട്ടോ. അപ്പം ഈ സ്കൂളിൽ വെച്ച് നോക്കുമ്പോൾ സച്ചിൻ പഠിക്കുന്ന സ്കൂളിനെ താരതമ്യം ചെയ്യുന്ന സമയത്ത് ശാരദാശ്രം വിദ്യാമന്ദിർ എന്ന് പറയുന്ന നമ്മുടെ രമാകാന്ത് അച്രേക്കർ സാർ നടത്തുന്ന ക്രിക്കറ്റ് കോച്ചായിട്ടുള്ള ഒരു സ്കൂളുണ്ട്. അപ്പം ആ സ്കൂളിന് മറ്റുള്ള സ്കൂളുകളിൽ വെച്ച് നോക്കുമ്പോൾ ഈ ക്രിക്കറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹി റാൻ സമ്മർ ക്യാമ്പ്സ് ടു. അപ്പോൾ സമ്മർ ക്യാമ്പ്സും നമ്മുടെ അച്രേക്കർ സാറ് നടത്താറുണ്ട്. അജിത് one day took me to the camp to get trained under sir. അപ്പോൾ അജിത്ത് ഒരിക്കൽ സാറിൻ്റെ കീഴിൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. Anyone could
കം ഫോർ എ ട്രയൽ അറ്റ് ദ ക്യാമ്പ്. അപ്പം ക്യാമ്പിൽ ആർക്ക് വേണമെങ്കിലും ട്രയലിനായിട്ട് വരാനായിട്ട് സാധിക്കുന്നതാണ്. ബട്ട് ദെൻ ഇറ്റ് വാസ് അപ് ടു സർ ടു ഡിസൈഡ് ഹൂ ടു ആക്സെപ്റ്റ്. പക്ഷേ സാറാണ് ആരെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് സാറാണ്. ഐ വാസ് 11 years old then. അപ്പം എനിക്ക് 11 വയസ്സായിരുന്നു. Achrekar sir, as I refer to him, started playing cricket at the age of 11 in 1943, which is the age I was when I went to him for the first time. അപ്പം അദ്ദേഹം എൻ്റെ ഈ പ്രായത്തിൽ അദ്ദേഹം 1943 എന്താണ് ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് സാറിൻ്റെ അടുത്ത് പോകുന്നത് ഈ ഒരു പ്രായത്തിൽ. I had never batted in the nets before and felt somewhat overawed with so many people around. അപ്പം ഞാൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ നെറ്റ്സിൽ വെച്ചിട്ട് ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കണം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഭയം തോന്നി. When I was asked to bat, I was not at all comfortable. അപ്പോൾ എന്നോട് ബാറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. വിത്ത് സർ വാച്ചിങ് മീ സോ ക്ലോസ്ലി ഐ ഫെയിൽ ടു മേക്ക് ആൻ ഇമ്പാക്ട്. അപ്പോൾ സാർ ഇങ്ങനെ നോക്കണ കണ്ടപ്പം എനിക്ക് ഭയം തോന്നി. അതുകൊണ്ട് തന്നെ എന്താണ് സാറിൻ്റെ നേരെ എനിക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. സർ കോൾഡ് അജിത് aside and informed him that I was perhaps too young to make the camps and suggested that he should bring me back when I was a little older. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്, സാറ് അജിത്തിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എന്താ ഇവന് ഇപ്പം ഇതിനുള്ള പ്രായം ആയിട്ടില്ല, ചെറിയ പയ്യനാണ്, അപ്പോൾ അവൻ വലുതാവട്ടെ, അപ്പം നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് അജിത്തിനോട് സാറ് പറഞ്ഞു. മൈ ഇൻഡക്ഷൻ ഇൻ ടു ദ മുംബൈ ക്രിക്കറ്റ് സർക്യൂട്ട് കുഡ് ഹാവ് എൻറ്റർ ഇൻ ഫെയിലിയർ. അപ്പോൾ എന്താണ് എനിക്ക് ക്രിക്കറ്റിലേക്ക് ചേരണം, അല്ലെങ്കിൽ ഇതിൽ എന്താ പറയുക കുറച്ച് ഇൻവോൾവ് ആവണം എന്നുള്ള എൻ്റെ ആ ഒരു ചിന്തകളൊക്കെ എന്തായി, തോൽവിയിലേക്ക് അവസാനിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് പോയി. കാരണം സാർ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് കേട്ടോ. ബട്ട് ഫോർ അജിത്'s insistence, having seen me play in the colony, Ajit knew I was capable of performing far better than I had done in front of Achrekar sir. പക്ഷേ അജിത്തിന് എന്തായിരുന്നു, നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം അജിത്തിന് നന്നായിട്ട് അറിയാം സാറിൻ്റെ മുന്നിൽ ഒരു ബാറ്റ് ചെയ്ത ഒരു ലെവൽ ഓഫ് പ്ലേയിങ് അല്ല എനിക്കുള്ളത്. കാരണം അവിടുന്ന് മറ്റ് എന്താ പറയുക കോളനി എന്നൊക്കെ ഞാൻ കളിക്കുന്ന സമയത്ത് അജിത്ത് കണ്ടിട്ടുണ്ട്, എൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അജിത്ത് കണ്ടിട്ടുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പം ഞാൻ ഒട്ടും സാറിൻ്റെ മുന്നിൽ പ്ലേ ചെയ്തിട്ടില്ല എന്നാണ് അജിത്ത് പറയുന്നത്. He explained that I was nervous and asked sir to give me one more opportunity. അപ്പം അജിത്ത് പറഞ്ഞു, എന്താ ഞാൻ ഒരുപാട് നെർവസ് ആയി, നീ ഒരുപാട് നെർവസ് ആയതുകൊണ്ടാണ് നിനക്ക് പേടി വന്നത്, അപ്പം നിനക്ക് എന്താ പറയുക സാറിനോട് എന്ത് ചെയ്തു, എനിക്ക് വേണ്ടിയിട്ട് ഒരു അവസരവും കൂടെ അജിത്ത് ചോദിച്ചു. However, he suggested that while doing so, sir should pretend to go away and then watch from a distance. അപ്പോൾ അജിത്ത് ഇതും കൂടെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ അവന് ഈ ബാറ്റ് ചെയ്യുന്ന സമയത്ത് സാർ അവൻ്റെ അടുത്ത് നിൽക്കാതെ ദൂരെ നിന്നിട്ട് ഇത് കണ്ടോളൂ. അപ്പോൾ സാർ agreed, സാർ സമ്മതിച്ചു. Before long, I was asked to bat again and without sir's trained eyes scrutinizing me, also I thought I felt more at ease and soon started to hit the ball well. അപ്പോൾ സാർ അവിടെ നോക്കുന്നില്ല, സാറിൻ്റെ ആ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള കണ്ണുകൾ എന്നെ നിരീക്ഷിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ തോന്നി, ബാറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ദിസ് ടൈം സർ അഗ്രീഡ് ടു ലെറ്റ് മീ ജോയിൻ ദ ക്യാമ്പ്. അപ്പോൾ ഈ ഒരു സമയത്ത് സാറ് ക്യാമ്പിൽ എന്നോട് ചേരാനായിട്ട് സമ്മതിച്ചു. ഐ വാസ് ഡിലൈറ്റഡ് ആൻഡ് ഐ മസ്റ്റ് സേ ഇറ്റ് വാസ് എൻ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ട്രാൻസ്ഫോംഡ് മൈ ലൈഫ്. അപ്പോൾ ഒരുപാട് സന്തോഷമായി എനിക്ക്, കൂടാതെ എൻ്റെ ജീവിതം മാറ്റിമറിച്ചിട്ടുള്ള ഒരു അവസരം കൂടെ ആയിരുന്നു ഇത്. The camp involved a session every morning and evening at Shivaji Park. അപ്പോൾ ശിവാജി പാർക്കിൽ വെച്ചിട്ട് ഈ ക്യാമ്പിൻ്റെ സെഷൻ എല്ലാ ദിവസവും രാവിലെയും അതുപോലെ വൈകുന്നേരവും ഒരു ക്യാമ്പിൽ യോഗം ഉണ്ടാവാറുണ്ട്. I would practice between 7:30 and 10:30 am in the morning. അപ്പോൾ രാവിലെ എൻ്റെ പ്രാക്ടീസിങ് ടൈം എന്ന് പറയുന്നത് 7:30 10:30 ഇടയിലാണ്. Then I had come back in the afternoon and practiced till late evening. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആഫ്റ്റർനൂണിൽ വന്നിട്ട് വൈകുന്നേരം മുഴുവൻ പ്രാക്ടീസ് ചെയ്യും. ദ ഷെഡ്യൂൾ വാസ് റിഗ്രസ് ആൻഡ് ഐ വുഡ് ബി എക്സോസ്റ്റഡ് ബൈ ദ എൻഡ് ഓഫ് ദി ഡേ. അപ്പം ഈ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഭയങ്കര കർശനമാണ്, സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഏകദേശം പ്രാക്ടീസ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ഞാൻ നന്നായിട്ട് ക്ഷീണിക്കും. Traveling to Shivaji Park took 40 minutes from my house in Bandra and I had to catch an early morning bus to make it on time. അപ്പം ശിവാജി പാർക്കിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 40 മിനിറ്റോളം ഉണ്ട്. ആൻഡ് ഐ ഹാഡ് ടു ക്യാച്ച് എൻ ഏർലി മോർണിംഗ് ബസ് ടു ടേക്ക് ഇറ്റ് ഓൺ ടൈം. അപ്പോൾ കറക്റ്റ് ടൈമിന് എത്തണം എന്നുണ്ടെങ്കിൽ എനിക്ക് രാവിലെ നേരത്തെ തന്നെ ഒരു ബസ് പിടിച്ചിട്ട് അതിൽ കയറി പോകണം. ഫോർ ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് അജിത് അക്കമ്പനിയൻ മീ. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം എൻ്റെ കൂടെ അജിത്തും ഉണ്ടായിരുന്നു. ടു ഗെറ്റ് മീ യൂസ് ടു ദി റോട്ടീൻ. അപ്പം അതൊരു ശീലമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അജിത്തും എനിക്ക് ആദ്യം കുറച്ചൊക്കെ കമ്പനി തന്നിട്ടുണ്ടായിരുന്നു.
During the bus journeys, he would talk to me about the nuances of batting. അപ്പം ഈ ബസ് യാത്രയ്ക്കിടെ അജിത്ത് എനിക്ക് ബാറ്റിങ്ങിനെ കുറിച്ചുള്ള അതിൻ്റെ വൈവിധ്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഓൾവേസ് എൻജോയ്ഡ് ദീസ് കോൺവെർസേഷൻസ് എലോട്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള സംഭാഷണം എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു. In fact, the one thing that I have kept with me all my career is a note that Ajit gave me containing some thoughts about batting. അപ്പം ത്രൂ ഔട്ടും എൻ്റെ കാരിയറിൽ, എൻ്റെ ഈ ഒരു എന്താ പറയുക, ഈ ജോലിയിൽ, എൻ്റെ ഈ കാരിയറിൽ അജിത്ത് നൽകിയിട്ടുള്ള ഒരുപാട് നല്ല ചിന്തകളും അതുപോലെ ബാറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ എന്താണ് എൻ്റെ ചിന്തകളിൽ ഉണ്ട്. ഇറ്റ് സെർവ്ഡ് ആസ് എ വെരി പേഴ്സണൽ കോച്ചിങ് മാനുവൽ. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കോച്ചിങ് മാനുവൽ ആയിട്ട് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, എന്നെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ. As a child, I had only one set of cricket clothes and the routine was to wash them as soon as I had returned from the morning session. അപ്പം ഒരു കുട്ടി എന്ന നിലയ്ക്ക് എനിക്ക് ക്രിക്കറ്റ് പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് ധരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് ഒരു സെറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണ് എൻ്റെ സ്ഥിരം ഒരു ശീലം, റൊട്ടീൻ എന്താണെന്ന് വെച്ചാൽ was to wash them as soon as I had returned from the morning session. അപ്പം മോർണിംഗിലെ എൻ്റെ ഈ ആ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയ ഉടനെ എന്ത് ചെയ്യും, എൻ്റെ ആ ഡ്രസ്സ് ഞാൻ അലക്കിയിടും. While I had my lunch, the clothes would dry out in the sun and I would wear them again in the afternoon. അപ്പോൾ രാവിലെ ഇത് അലക്കിയിട്ട് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എൻ്റെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഏകദേശം ആ ഒരു സൺലൈറ്റിൽ ഈ ക്ലോത്ത്സ് ഒക്കെ ഡ്രൈ ആയിട്ടുണ്ടാവും, ഉണങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ആഫ്റ്റർനൂൺ പിന്നെയും ധരിക്കുന്നത് എന്താണ്, ഈ വസ്ത്രം തന്നെയാണ്. The pattern was repeated in the evening so that I could use the same set of clothes the following morning. ഇനിയിപ്പം ഉച്ചയ്ക്ക് പോയി ഞാൻ ഈ വൈകുന്നേരം വരികയാണെങ്കിൽ ഈ ഒരു പരിപാടി തന്നെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അലക്കിയിട്ടിട്ട് പിറ്റേന്ന് രാവിലെ ഞാൻ എന്ത് ചെയ്യും, ആ ഡ്രസ്സ് യൂസ് ചെയ്യും. The system worked well apart from my pockets. അപ്പം ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് ശരിക്കും വർക്കൗട്ട് ആവുന്നുണ്ട്. കാരണം എനിക്ക് ഡ്രസ്സൊക്കെ ഞാൻ വിചാരിക്കുന്ന ടൈമിൽ തന്നെ എനിക്ക് ഉണങ്ങി കിട്ടാറൊക്കെ ഉണ്ട്, എൻ്റെ പോക്കറ്റ്സ് ഒഴികെ. There was never quite enough time for the pockets to dry out completely. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുമെങ്കിലും എൻ്റെ പോക്കറ്റ്സ് മാത്രം എന്താവില്ല, ഉണങ്ങാറില്ല. And for the entire duration of the camp, I played with wet pockets. അപ്പം അതിൻ്റെ ആ ഫുൾ ടൈം എന്ന് പറയുന്നത്, ആ ക്യാമ്പിൻ്റെ ഫുൾ ടൈമും ഞാൻ ഈ നനഞ്ഞ പോക്കറ്റുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് കളിക്കാറ്. By the middle of the summer camp, Sir had started taking an active interest in my batting, and at the end of the 2 months informed Ajit that I had the potential to be a good cricketer if I practiced all year around. Okay. അപ്പോൾ എൻ്റെ സമ്മർ ക്യാമ്പിൻ്റെ ഒരു പകുതിയൊക്കെ ആയ സമയത്ത് സാർ എന്ത് ചെയ്തു, എൻ്റെ ബാറ്റിങ്ങിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് എടുക്കാനായിട്ട് തുടങ്ങി. ആൻഡ് എന്താണ്, അറ്റ് ദി എൻഡ് ഓഫ് ദി 2 months, ഈ 2 മാസങ്ങളുടെ ഏറ്റവും അവസാനമായപ്പോഴത്തേക്ക് എന്തായി, ഇൻഫോംഡ്, അജിത്തിനോട് അദ്ദേഹം ഇൻഫോം ചെയ്തു ദാറ്റ് ഐ ഹാഡ് ദ പൊട്ടൻഷ്യൽ ടു ബി എ ഗുഡ് ക്രിക്കറ്റർ. നന്നായിട്ട് ഞാൻ ഈ ഒരു ഇയർ മുഴുവൻ നന്നായിട്ട് ഞാൻ പരിശ്രമിച്ചാൽ നല്ലൊരു എന്താ പറയുക ക്രിക്കറ്റർ ആവാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട് എന്ന് അദ്ദേഹം അജിത്തിൻ്റെ അടുത്ത് പറഞ്ഞു. However, my school, the New English School in Bandra, did not have cricket facilities and so was keen for me to change schools if I wanted to pursue cricket seriously. അപ്പോൾ എന്താ, ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ഈ ക്രിക്കറ്റിൻ്റെ വലിയ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ സാർ എന്ത് പറഞ്ഞു, നമുക്ക് ക്രിക്കറ്റ് സീരിയസ് ആയി എടുക്കും എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ സ്കൂളിൽ നിന്ന് നമ്മൾ വേറെ സ്കൂളിലേക്ക് മാറേണ്ടതുണ്ട്. അപ്പോൾ സോ വാസ് കീൻ ഫോർ മീ ടു ചേഞ്ച് സ്കൂൾ. സാറിന് അത്രയും എന്താണ് അതിൽ ചെയ്യണം എന്നുള്ള നിർബന്ധവും സാറിന് ഉണ്ടായിരുന്നു. ഓക്കെ. One evening, Sir called my father and put forward his suggestion. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം സാർ എന്ത് ചെയ്തു, എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. Ajit was in the room with my father at the time and they both accepted that it was necessary if cricket was to be my priority. ഓക്കെ. അപ്പോൾ അജിത്തും അച്ഛനുമായിരുന്നു റൂമിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരിത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പം അവർ പറഞ്ഞു എന്താണ്, ഞാൻ ക്രിക്കറ്റിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഞങ്ങൾ ഇതിന് സമ്മതിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. My father sat me down and explained that while he did not have any objections to my changing schools, I should do so only if I was really serious about playing cricket. അപ്പോൾ അദ്ദേഹം എന്നെ ഇരുത്തിയിട്ട് എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ നീ ക്രിക്കറ്റിന് ഇത്രത്തോളം സീരിയസ്നെസ് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനിങ്ങനെ നിൻ്റെ സ്കൂൾ എന്ത് ചെയ്യാൻ പറ്റൂ, ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നീ ക്രിക്കറ്റിൽ എന്ത് ചെയ്യണം, അത്രയും സീരിയസ്നെസ് കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പായിരിക്കണം. I assured him I was and so it was agreed that I should move to Sharadashram Vidya Mandir where Achrekar sir was the cricket coach. അപ്പം ഞാൻ അതൊക്കെ സമ്മതിച്ചു. അങ്ങനെ ഈ നമ്മുടെ അച്ഛേക്കർ സാറ് കോച്ചായിരിക്കുന്ന ശാരദാശ്രമം വിദ്യാമന്ദിറിലേക്ക് ഞാൻ എന്ത് ചെയ്തു, മാറി.
All my excess energies were getting channeled into cricket, which acted as a kind of safety valve. അങ്ങനെ എന്ത് ചെയ്തു, എൻ്റെ എല്ലാ ഊർജ്ജവും ഞാൻ കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ക്രിക്കറ്റിന് വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ ജീവൻ വരെ, എന്താ പറയുക, എൻ്റെ സേഫ്റ്റി വാൾവ് എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ഞാൻ സേഫായി ഇരിക്കണം എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഇതിലേക്ക് മൂവ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇപ്പം എല്ലാം ഞാൻ അർപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിക്കറ്റിന് വേണ്ടിയിട്ടാണ്. മൈ ഫാദർ ഓൾവേസ് സെഡ് ദാറ്റ് all he wanted me to do was give it my best effort without worrying about the result. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയാറ് എന്താണ്? ഒരിക്കലും റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ജയിക്കുമോ തോൽക്കുമോ എന്നല്ല, അതൊരിക്കലും നീ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. നീ എന്ത് ചെയ്യുക, നിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എഫേർട്ട് എടുക്കുക, എന്നിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നാണ് അച്ഛൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയാറ്. In my first year at Sharada Ashram, I played 55 practice matches during the summer break of 60 days. അപ്പോൾ എനിക്ക് ഒരു 65 ദിവസം ഒരു സമ്മർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ഏകദേശം ഒരു 55ഓളം മാച്ചസ് പ്രാക്ടീസ് ചെയ്തു നമ്മുടെ ഈ ശാരദാശ്രമത്തിൽ വെച്ചിട്ട്. And my summer sessions used to start at 7:30 AM and end at 4:30 PM. അപ്പോൾ എൻ്റെ ഈ സമ്മർ സെഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 7:30 ആണ് ആൻഡ് അവസാനിക്കുന്നത് വൈകുന്നേരം 4:30 മൈ ഈവനിങ് സെഷൻ വുഡ് സ്റ്റാർട്ട് at 5 PM after only a 30 minutes break. അപ്പോൾ ഒരു 30 മിനിറ്റ് എനിക്ക് ബ്രേക്ക് കിട്ടിയിട്ട് വീണ്ടും 5 മണിക്ക് വീണ്ടും എൻ്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. ഡ്യൂറിങ് ദ ബ്രേക്ക് സർ വുഡ് ഓഫൻ ഗിവ് മീ സം മണി ടു ഗോ ആൻഡ് ഹാവ് എ വട പാവ്, എ പോപ്പുലർ മുംബൈ ഫാസ്റ്റ് ഫുഡ്. അപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ബ്രേക്കിൻ്റെ സമയത്ത് സാർ എനിക്ക് പൈസ തരാറുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ വടപ്പാവ് കഴിക്കാറുണ്ട്. മുംബൈയിൽ കിട്ടുന്ന ഒരു ഫാസ്റ്റ് ഫുഡാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കാറുണ്ട്. ബിറ്റ്വീൻ 5 PM and 7 PM I would have 5 more net sessions. അങ്ങനെ വൈകുന്നേരം 5 മുതൽ 7 മണിയുടെ ഇടയിൽ എനിക്ക് വീണ്ടും എന്തുണ്ടാവാറുണ്ട്, 5 സെഷൻസ് ഉണ്ടാവാറുണ്ട്. Towards the last 15 minutes, sir would place a 1 rupee coin on top of the stumps and if I managed to avoid getting out, the coin was mine. അങ്ങനെ ഏകദേശം ഇത് അവസാനിക്കാറാവുന്ന ആ ഒരു 15 മിനിറ്റ് സമയത്ത് സാർ എന്ത് ചെയ്യാറുണ്ട്, സ്റ്റമ്പിൻ്റെ മുകളിൽ 1 രൂപ കൊണ്ടുപോയിട്ട് വെക്കും. അപ്പം ഞാൻ ഔട്ടാവാതെ ഇരിക്കുകയാണെങ്കിൽ, ആ ത്രൂ ഔട്ട് ആ 15 മിനിറ്റ്സ് ഞാൻ ഔട്ടാവാതെ ഇരിക്കുകയാണെങ്കിൽ ആ കോയിൻ എനിക്ക് സ്വന്തമാണ്. In this session, every bowler in the camp would come and bow to me with some 60 to 70 boys fielding. അപ്പോൾ ഏകദേശം അവിടെ ഫീൽഡിങ്ങിനായിട്ടൊരു 60-70 ബോയ്സ് പിള്ളേർ അത് തന്നെ ഉണ്ട്. അത് കൂടാണ്ട് ഒരുപാട് കുട്ടികൾ വന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്, ബൗൾ ചെയ്യാറുണ്ട്. ഇറ്റ് മെൻ ഐ ഹാഡ് ടു ഹിറ്റ് എവറി ബോൾ അലോങ് ദ ഗ്രൗണ്ട് ടു സർവൈവ് ദോസ് ഇൻറ്റൻസ് 15 മിനിറ്റ്സ്. അതിൻ്റെ അർത്ഥം എന്താ, ഞാൻ ആ 15 മിനിറ്റ് നീണ്ട 15 മിനിറ്റ് അവരുടെ ബോള് എന്ത് ചെയ്യണം, എതിർത്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, ഔട്ട് ആവാതെ. വിന്നിംഗ് ദ 1 rupee coin used to give me immense satisfaction and taught me how to concentrate even when physically drained. അപ്പം ആ 1 രൂപ എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത്രയും വലിയൊരു സന്തോഷമാണ്, എനിക്ക് അത്രയും ഒരു സംതൃപ്തിയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഔട്ടാവാതെ നിന്നതുകൊണ്ടാണ് എനിക്കത് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ബോഡി ചില സമയം തകർന്നിട്ടുണ്ടാവും, എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം ഞാൻ അത്രയും ഫിസിക്കലി വീക്കായിട്ടുണ്ടാവും, തളർന്നിട്ടുണ്ടാവും, എന്നാൽ പോലും ഞാൻ കൈവിടാറില്ല. അപ്പം അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പോലും എനിക്കത് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. At the end of it all, sir would tell me to run 2 full circuits of Shivaji Park with my pads and gloves on. അപ്പം എൻ്റെ പാഡ്സും ഗ്ലൗസും ഒക്കെ ധരിച്ചിട്ട് ശിവാജി പാർക്കിന് ചുറ്റും ഒരു 2 റൗണ്ട് ഓടാനായിട്ട് എൻ്റെ അടുത്ത് പറയാറുണ്ട്. That was the last part of my training and I had been completely exhausted by the end of it all. അപ്പം അതാണ് ട്രെയിനിങ് സെഷൻ്റെ ഒരു ദിവസത്തെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, ആ ഓട്ടമാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഞാൻ നന്നായിട്ട് ക്ഷീണിക്കാറുണ്ട്. It was a routine I would repeat right through my summer holidays and it helped me to build up physical and mental stamina. അപ്പോൾ ഏകദേശം ആ സമ്മർ ഹോളിഡേയ്സിൽ ത്രൂ ഔട്ട് ഈ ഒരു കാര്യമായിരുന്നു റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്താ പറയുക, ഒരു ടൈം കഴിഞ്ഞപ്പോൾ എനിക്കത് ഫിസിക്കലായിട്ടും അതുപോലെ മെൻ്റലി ആയിട്ടും എനിക്ക് എൻ്റെ സ്റ്റാമിന, എൻ്റെ ഒരു എനർജി പവറൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ occasionally my father came to take me home and I would always ask him to treat me to a special fruit cocktail at a juice center near the club. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ എന്നെ കാണാൻ വരാറുണ്ട്. ആ സമയത്ത് ഞാൻ അച്ഛനോട് എന്ത് ചെയ്യാറുണ്ട്, എനിക്ക് ജ്യൂസ് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. While this regular demand was little unreasonable because at the time I did not realize that my parents also had to take care of the needs of my brothers and sisters
my father would invariably end up giving me what I wanted just to see me happy. അപ്പം ഞാൻ അച്ഛനെ കുറിച്ച് ആ കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല. ഇത് ഒരു അനാവശ്യമായിട്ടാണ് ശരിക്കും ഞാൻ അച്ഛനോട് ഈ ജ്യൂസ് വാങ്ങിത്തരാൻ പറയാറ്. കാരണം എനിക്ക് അച്ഛൻ്റെ എന്താ പറയുക ഉത്തരവാദിത്തങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. അച്ഛന് എൻ്റെ ബ്രദേഴ്സിനെയും അതുപോലെ സിസ്റ്ററെയും ഒക്കെ നോക്കാനുണ്ട്. പക്ഷേ ഞാൻ എന്താണ് അതിലൊന്നും ഇൻവോൾവ് ആയിരുന്നില്ല. പക്ഷേ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അച്ഛൻ എനിക്ക് എന്തും വാങ്ങിച്ചു തരുമായിരുന്നു. ഓൺ അതർ ഡേയ്സ് വെൻ ഐ മെയ്ഡ് മൈ വേ ഹോം ഫ്രം ശിവാജീസ് പാർക്ക് ഓൺ മൈ ഓൺ I had often fall asleep on the bus if I managed to sit down. അപ്പം ചില സമയം എന്താണ് ഞാൻ ബസ്സിൽ പോകുന്ന സമയത്ത് ഈ ക്ഷീണം കൊണ്ട് ഞാൻ എന്താണ് ഉറങ്ങിപ്പോവാറുണ്ട്. Anyone who has been on a Mumbai bus at peak hours will know just how difficult it is to get a seat. അപ്പം എന്താണ് അത്രയും ബുദ്ധിമുട്ടാണ് അതിൻ്റെ അകത്ത് ആ ബസ്സിൻ്റെ അകത്ത് ഒരു സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ. On days when I was not so lucky, it was still a challenge just to stand with the kit bag because the bus conductors would inevitably complain about me taking up the space of another passenger. അപ്പം എനിക്ക് ഇടയ്ക്ക് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടാനാണ്, അത്രയും റിസ്ക് ആണ് ഒരു സീറ്റ് കിട്ടാന്ന് വെച്ചാൽ. അപ്പം ഒരിക്കൽ എന്തായി എനിക്കിങ്ങനെ സീറ്റ് കിട്ടിയില്ല. ആ സമയത്ത് ശരിക്കും എനിക്കതൊരു വെല്ലുവിളിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ കയ്യിലുള്ള കിറ്റ് ബാഗ്, എൻ്റെ ഈ സാധനങ്ങൾ ഒക്കെയുള്ള ആ ഒരു ബാഗും കൂടെ ആയപ്പോഴത്തേക്ക് വലിയൊരു സ്പേസ് തന്നെ ബസ്സിൽ വേണ്ടി വന്നു. അതിന് ബസ് കണ്ടക്ടർ എന്ത് ചെയ്തു തീർച്ചയായിട്ടും എന്നെ കംപ്ലയിൻറ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്ന ആ സ്ഥലം ശരിക്കും ഒരാൾക്ക് കൂടെ നിൽക്കാം. എൻ്റെ ഈ കിറ്റ് ബാഗൊക്കെ ആയിട്ട് അത്രയും സ്പേസ് ഫില്ലായിരുന്നു. ഇറ്റ് കുഡ് ബി എംപ്രസിങ് ബിക്കോസ് ദ കണ്ടക്ടർ were often rude and would sometimes ask me to buy 2 tickets. അപ്പോൾ ചില സമയം ഞാൻ ശരിക്കും ഇങ്ങനെ ചമ്മി പോവാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ കണ്ടക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് വളരെ റൂഡായിട്ടാണ് പെരുമാറുക. കൂടാതെ 2 ടിക്കറ്റിനുള്ള പൈസയും ചോദിക്കാറുണ്ട്. I didn't have the money for a second ticket and I had to learn to take these remarks in my stride. അപ്പം എൻ്റെ കയ്യിൽ അങ്ങനെ 2 പേർക്ക് എടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിയിലുള്ള ഒരു പൈസ എടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടാവാറില്ല. അപ്പം എന്നെ സംബന്ധിച്ച് എന്താണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ സമയത്ത് മറികടക്കേണ്ട ഒരു റിമാർക്ക് കൂടിയായിരുന്നു ഇത്. Dirty clothes often added to the embarrassment. അപ്പം ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ എന്താണ് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സും എന്താണ് വളരെ ഡേർട്ടിയാണ്. With time, I evolved a way of wrapping the kit bag around me. അപ്പോൾ നിൽക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള കിറ്റ് ബാഗ് ഒരു ആവരണം പോലെയാണ് എൻ്റെ ശരീരത്തിൽ ഉണ്ടാവാറ്. Just as the helmet and pads became a part of me while batting, so the kit bag became an extension of me on the bus. അപ്പോൾ ഞാൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഉണ്ടാവുക ഹെൽമെറ്റും പാഡ്സും ഒക്കെ ആയിരിക്കും എൻ്റെ ശരീരത്തിൽ ഉണ്ടാവുക. ബസ്സിലാണെങ്കിൽ എന്തായിരിക്കും കിറ്റ് ബാഗ് ആയിരിക്കും ഉണ്ടാവുക. I had often take the bus or train from Bandra to Church Gate and it was all a great learning experience. അപ്പം ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ബാൻഡ്രയിൽ നിന്ന് ചർച്ച് ഗേറ്റ് വരെയാണ് പോവാറ്. അതൊക്കെ എന്താണ് എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്ന അനുഭവങ്ങളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. Even though I love cricket, there were still occasional days when playing with my friends at home was such fun that I would conveniently forget I was supposed to go to the nets. അപ്പോൾ എന്താ ഞാൻ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്ത് ചെയ്യാറുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വീട്ടിൽ വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഞാൻ കളിക്കാറുണ്ട്. അത് ശരിക്കും ഒരു ഫണ്ണായിരുന്നു, നല്ല രസമായിരുന്നു. ദാറ്റ് ഐ വുഡ് കൺവീനിയൻ്റ്ലി ഫോർഗെറ്റ് ഐ വാസ് സപ്പോസ് ടു ഗോ ടു ദി നെറ്റ്സ്. അപ്പം ശരിക്കും ഞാൻ അവിടെ മറക്കുമായിരുന്നു നെറ്റിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കാര്യം. ഇഫ് ഐ ഡിഡ്ന്റ് ടേൺ അപ്പ്, അച്ഛ്രേക്കർ സർ വുഡ് ജംപ് ഓൺ ടു ഹിസ് സ്കൂട്ടർ ആൻഡ് കം ടു ഫൈൻഡ് മീ. ഇപ്പം ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ സാർ എന്നെ തെരഞ്ഞുകൊണ്ട് സ്കൂട്ടറിൽ വന്നിട്ട് എന്നെ കണ്ടുപിടിക്കാനായിട്ട് വരാറുണ്ട്. സർ വുഡ് സ്പോട്ട് മീ ഇൻ ദ മെലി ആൻഡ് വെർച്വലി ഡ്രാഗ് മീ ഔട്ട്. സാർ എന്നെ അധികവും സാർ എന്നെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഞാൻ ആരെങ്കിലുമൊക്കെ കൂടെ വഴക്ക് കൂടുകയോ കശപിശ കൂടുകയോ ഒക്കെ ചെയ്യാറ്. ആ ടൈമിൽ സാർ എന്നെ എന്ത് ചെയ്യും, വലിച്ചു കൊണ്ടുപോകും. ഐ വുഡ് കം അപ്പ് വിത്ത് എക്സ്ക്യൂസസ് ബട്ട് ഹി വുഡ് ഹാവ് നൺ ഓഫ് ഇറ്റ്. അപ്പം ഞാൻ ഒരുപാട് എക്സ്ക്യൂസസ് പറയും, പക്ഷെ അതൊന്നും അദ്ദേഹം കേൾക്കാറില്ല. ഹി വുഡ് ഗെറ്റ് മീ ടു ചേഞ്ച് ദ ഹെഡ് ഓഫ് ടു ശിവാജി പാർക്ക്. അദ്ദേഹം എന്നെ റെഡി ആയിട്ട് എങ്ങടേക്ക് ശിവാജി പാർക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാറാണ്. ഓൺ ദി ഡ്രൈവ് ഹി വുഡ് ടെൽ മീ. അപ്പം ഈ ഓടിക്കുന്ന സമയം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം പ്ലേയിങ് ഇനൈൻ ഗെയിംസ് വിത്ത് ദീസ് കിഡ്സ്. അപ്പം നിന്റെ സമയം നീ വെറുതെ ഇങ്ങനെ കളയരുത്. ഈ കുട്ടികളുടെ കൂടെ വെറും ഒരു ബാലിശമായ ഈ ഗെയിംസ് കളിച്ചിട്ട് നിന്റെ സമയം നീ വെറുതെ കളയരുത്. ക്രിക്കറ്റ് ഇസ് വെയിറ്റിംഗ് ഫോർ യു അറ്റ് ദ നെറ്റ്സ്. അപ്പം നെറ്റുകളിൽ അവിടെ മീൻസ് പ്രാക്ടീസിൽ അവിടെ നിനക്ക് വേണ്ടിയിട്ട് ക്രിക്കറ്റ് എന്ത് ചെയ്യാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രാക്ടീസ് ഹാർഡ് ആൻഡ് സീ വാട്ട് മാജിക് ആൻഡ് ട്രാൻസ്പയർ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും, അപ്പം നിനക്ക് കാണാം എന്ത് മാജിക് ആണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന്. At that time I hated being dragged off, but as I look back I feel sheepish about my actions and can only admire Achrekar sir's farsightedness. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്,
സോറി ഫാർ സൈറ്റഡ്നെസ്. ഓക്കെ, ആ സമയത്ത് ഐ ഹേറ്റഡ് ബീങ് ഡ്രാഗ്ഡ് ഓഫ്. അപ്പോൾ അദ്ദേഹം എന്നെ വലിച്ചിങ്ങനെ കൊണ്ടുപോകുമല്ലോ, എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ദേഷ്യം വരും. പക്ഷേ ചില സമയത്ത് എനിക്ക് മനസ്സിലാകും ഞാൻ എത്രത്തോളം എന്താ പറയുക തെറ്റായ കാര്യങ്ങളാണ് ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു എന്താ പറയുക ഒരു ഷീപ്പിഷ് ഫീലിംഗ് തോന്നാറുണ്ട്. എന്നുവെച്ചാൽ വല്ലാത്തൊരു തെറ്റ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് തോന്നാറുണ്ട്. അപ്പം ആൻഡ് ക്യാൻ ഓൺലി അഡ്മയർ അച്രേഗോ സാർസ് ഫാർ സൈറ്റഡ്നെസ്. ഫാർ സൈറ്റഡ്നെസ് എന്ന് വെച്ചാൽ എന്താ, ദീർഘദൃഷ്ടി എന്നാണ്. അപ്പം അദ്ദേഹം എന്തോ മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്രയ്ക്ക് എന്ത് ചെയ്യുന്നത്, എൻ്റെ കാര്യത്തിൽ എഫേർട്ട് എടുക്കുന്നത്. ഓക്കെ, സർ ഓൾസോ പണിഷ്ഡ് മീ ഓൺ വൺ ഒക്കേഷൻ വെൻ ട്രൈങ് ടു ടീച്ച് മീ എ വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺ. അപ്പോൾ ഒരിക്കലും സാറ് ഒരു വട്ടം കൂടെ എന്നെ പണിഷ് ചെയ്യുകയുണ്ടായി, ശിക്ഷിക്കുകയുണ്ടായി. എനിക്ക് വലിയൊരു പാഠമാണ് ആ ഒരു സംഭവത്തിലൂടെ ഞാൻ പഠിച്ചത്. Once I bunked my daily evening practice to watch an inter-school cricket match, not anticipating that sir would be there. അപ്പോൾ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു, പ്രാക്ടീസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഇൻ്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടേക്ക് പോയി. അപ്പം സാർ അവിടെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹി വാസ് ആംഗ്രി ആൻഡ് ഹി സെഡ് ഇറ്റ് വാസ് നോട്ട് ഫോർ മീ ടു കം ആൻഡ് വാച്ച് അതർ പീപ്പിൾ പ്ലേ ഫോർ. ഇഫ് ഐ പ്രാക്ടീസ്ഡ് ഹാർഡ് ഇനഫ് വൺ ഡേ പീപ്പിൾ ഫ്രം അക്രോസ് ദ വേൾഡ് വുഡ് കം ആൻഡ് വാച്ച് മീ പ്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഇങ്ങനെ ഇവിടെ വന്ന് ഇരുന്നിട്ട് ഇവരുടെ കളിയല്ല നീ കാണേണ്ടത്, ലോകമെമ്പാടുള്ള ആളുകൾ ഒരിക്കൽ വന്നിട്ട് നീ കളിക്കുന്നത് അവർ കാണണം എന്ന് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു. ഹാഡ് ഇറ്റ് നോട്ട് ബീൻ ഫോർ സർ ഐ വുഡ് നോട്ട് ബി ദ ക്രിക്കറ്റർ I turned out to be. He was a strict disciplinarian and did everything he could for me. I owe myself to him. അപ്പം അദ്ദേഹത്തോട് എന്താണ് എനിക്ക് അത്രയും കടപ്പെട്ടിരിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ഡിസിപ്ലിൻ്റെയും അതുപോലെ അദ്ദേഹം കൊണ്ടുപോയിട്ടുള്ള ആ പ്രാക്ടീസ് കൊണ്ടുപോയിട്ടുള്ള ആ ഒരു ആ ഒരു രീതിയൊക്കെയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത്. അല്ലെ, സാർ അങ്ങനെ എനിക്ക് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഞാനൊരു പക്ഷേ ഇങ്ങനെ ഒരു ലെവലിൽ ചിലപ്പം എത്തില്ലായിരുന്നു. അപ്പം സാറിനോട് എനിക്ക് എന്താണ് അത്രത്തോളം കടപ്പാടും നന്ദിയും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവസാനിക്കുന്നത്. ഓക്കെ.